താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യവുമായി യൂത്ത് ലീഗ്. കേസിലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും നിരവധി ദുരൂഹതകൾ ഇനിയും പുറത്തുവരാനുണ്ടെന്നും യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കണമെന്നും CBI അന്വേഷണം അട്ടിമറിച്ചുവെന്നും കൊലപാതക കുറ്റം ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ടെന്നും റസാഖ്. താനൂർ കൊല്ലപ്പെട്ടതിൻ്റെ ശേഷം ഏകദേശം 7 മണിക്ക് പുലർച്ചെ രാവിലെ 7 മണിക്കിട്ട FIR ആണ്. ഈ FIRൽ പറയുന്നതൊക്കെ ഫുള്ള് വ്യാജമാണ്. ഈ FIRൽ ഇത് തയ്യാറാക്കിയത് തിരൂരങ്ങാടിയിലെ CI എന്ന് പറയുന്ന ശ്രീനിവാസനാണ്. ഇതിനൊക്കെ ആരാണ് നിർദ്ദേശം നൽകിയത്? അതായത് കൃഷ്ണലാൽ ഇങ്ങനെ ഒരു FIR ഇടുമ്പോൾ, അതേപോലെ തന്നെ ഇതിന് ഈ രീതിയിൽ ഒരു മാസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിനൊക്കെ ഈ ശ്രീനിവാസൻ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിയായിട്ട് വരണമല്ലോ. കൃഷ്ണലാലായ പോലെ തന്നെ അതേ ഉത്തരവാദിത്വം ഈ ശ്രീനിവാസൻക്കുണ്ട്. അതേപോലെ തന്നെ ഇതിനൊക്കെ നിർദ്ദേശം നൽകിയ DYSP, അതേപോലെ തന്നെ അവിടുത്തെ SHO ജീവൻ ജോർജ്, അതേപോലെ ജില്ലാ പോലീസ് മേധാവി സുജിദാസ് IPS, അവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നുകൊണ്ട് ഈ വിഷയത്തെ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. ക്രൈംബ്രാഞ്ച് പറഞ്ഞതിനപ്പുറം ഒന്നും CBI പറഞ്ഞിട്ടില്ല, CBI കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ കേസ് CBI അട്ടിമറിച്ചു എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് ലീഗിനുള്ളത്. കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ മരണത്തിൽ സത്യം പുറത്തുവരണമെന്ന സഹോദരൻ ഹാരിസ് ജിഫ്രി കേസിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും സഹോദരനെ കൊലപ്പെടുത്തണമെന്ന രീതിയിൽ മർദ്ദിച്ചതിന്റെ കാരണം കണ്ടെത്തണമെന്നും ഹാരിസ് ജിഫ്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും ആരോപണം. SIT രൂപീകരിച്ച കേസിൽ പുനരന്വേഷണം വേണമെന്നും ഹാരിസ് ജിഫ്രി. CCTV കൂടെ ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് അതിന് മനസ്സിലാവുന്നത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് മരണപ്പെട്ടതെന്ന് കറക്റ്റ് അതിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലൊരു വൻ ഗൂഢാലോചന ഈ കേസിൽ നമ്മളെ കേസിൽ നടന്നിട്ടുണ്ട്. CBI തന്ന കുറ്റപത്രത്തിൽ വൈരാഗ്യങ്ങളൊന്നുമില്ല. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി മർദ്ദനത്തിൽ സംഭവിച്ചു അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ സംഭവിച്ചു പോയി എന്നുള്ള, പക്ഷെ അതൊരിക്കലും നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല. വലിയ ഉദ്യോഗസ്ഥർ ഇതിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഈ CCTV ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ സമയത്ത് CI ജീവൻ ജോർജ് അവിടെ വന്നിട്ടുണ്ട്, അന്നത്തെ CI. പിന്നെ അന്ന് ഈ സീസർ മാസ്റ്ററിൽ ഒപ്പിട്ട CI ശ്രീനിവാസനും ഇതേ സമയത്ത് അത് 1:45 കൂടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരെ അറിയാതെ ഒരിക്കലും ഈ CI റാങ്കിലുള്ള ആൾക്കാരെ ഒരിക്കലും ഈ സമയത്തേക്ക് പറഞ്ഞേക്കില്ല. അപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥരേക്ക് അന്വേഷണം പോകണം. പ്രോപ്പർ ഈ റീഇൻവെസ്റ്റിഗേഷൻ നല്ലൊരു SITയോ എന്തെങ്കിലും രൂപപ്പെടുത്തിയിട്ട് ചെയ്യണം എന്നാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആവശ്യം. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. മുബഷീർ, താമിർ ജിഫ്രിയും ഒപ്പമുള്ളവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന്റെയും മർദ്ദിച്ച ശേഷം പോലീസുകാർ ചുമന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നതിന്റെയും ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന ഒരാൾ പിന്നീട് പോലീസുകാർ ചുമന്നു കൊണ്ടുപോകുന്ന പരുവത്തിൽ പുറത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെ മാധു, ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി. ഈ കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. തൊട്ടു പിന്നാലെ CBI അന്വേഷണം നടക്കുന്നു. CBI ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ അന്വേഷിച്ചു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ കൊലക്കുറ്റം തന്നെ ആ വകുപ്പ് തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് അടിമുടി ദുരൂഹത നിറഞ്ഞൊരു കുറ്റപത്രം സമർപ്പിക്കുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വീണ്ടും ആരോപണവുമായിട്ട് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. കൊല്ലപ്പെട്ട താമർ ജിഫ്രി അടങ്ങുന്ന ആളുകളെ ചേളാരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ശേഷം താനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സ്റ്റേഷന്റെ പിൻഭാഗത്തുകൂടി കൊണ്ടുപോകുന്ന താമർ ജിഫ്രിയെ പിന്നീട് എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണമെന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ യൂത്ത് ലീഗ് തന്നെ ഉന്നയിച്ചിരിക്കുന്നത്.